സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ കേസെടുക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളായ ബിനു ചുള്ളിയിലും വി.ആർ. അനൂപും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എ.വി. ജയശങ്കർ, അർജുൻ മട്ടന്നൂർ, ആർ. റോഷിപാൽ എന്നിവർ ചേരുന്നു. തത്സമയം ആദ്യം ജയശങ്കറിലേക്ക്. ജയശങ്കർ ചോദിച്ച ചോദ്യം വളരെ കൃത്യമായ ചോദ്യമാണ്. അതിനോട് മന്ത്രി ക്ഷുഭിതനാകുന്നത് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് മലപ്പുറത്തെയും കാസർഗോട്ടെയും തിരഞ്ഞെടുപ്പിൽ ജയിച്ചവരുടെ പേര് വിവരങ്ങൾ മാത്രം നോക്കി വർഗീയ ധ്രുവീകരണം അറിയാം എന്ന് പറഞ്ഞത്? എന്തുകൊണ്ട് തൃശ്ശൂർ, എറണാകുളം ഒന്നും ചോദിച്ചില്ല എന്നായിരുന്നു ജയശങ്കർ ചോദിച്ചത്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ അതിനോട് മന്ത്രിക്ക് തൃപ്തികരമായ വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലെ മന്ത്രി പറഞ്ഞത് ആവർത്തിക്കുകയല്ലേ ഒരർത്ഥത്തിൽ ഇന്ന് ചെയ്തത്? പേരുകൾ നോക്കിയാൽ അറിയാം എന്ന് പറഞ്ഞതിലാണ് കുഴപ്പമുണ്ടായത്. മന്ത്രി പക്ഷേ ഉദ്ദേശിച്ചത് ബി.ജെ.പിയുടെയും മുസ്ലിം ലീഗിൻ്റെയും സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നു, മതേതര CPM-ന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നില്ല എന്നതാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ കുടുങ്ങിയതാണോ സജി ചെറിയാൻ? ജയശങ്കർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. എന്തായാലും സജി ചെറിയാൻ വീണ്ടും കുടുങ്ങിയെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞ നിലപാടിൽ മന്ത്രി സജി ചെറിയാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അതിന് ചില വിശദീകരണങ്ങളൊക്കെ നൽകുന്നു. ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ 39 സീറ്റുകളുണ്ട്. ഇതിൽ ഈ LDF-നും ഒപ്പം തന്നെ UDF-നും തുച്ഛമായ സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ വർഗീയത പറഞ്ഞാൽ BJP-ക്കും ഒപ്പം തന്നെ മുസ്ലിം ലീഗിനും കുറച്ചധികം സീറ്റ് കിട്ടി. BJP-ക്ക് 12 സീറ്റും ലീഗിന് 22 സീറ്റും ലഭിച്ചു. ഇതാണ് താൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചതെന്നാണ് മന്ത്രി പറയുന്നത്. നമ്മൾ എടുത്തു ചോദിച്ചു, എന്തുകൊണ്ടാണെങ്കിൽ മലപ്പുറവും കാസർഗോഡും മാത്രം വെച്ച് പറയുന്നത്, തൃശ്ശൂരും എറണാകുളവും ഒക്കെ ജില്ലകളില്ലേ എന്ന ചോദ്യം നമ്മൾ ചോദിച്ചു. പക്ഷേ ആ ഘട്ടത്തിൽ അദ്ദേഹം അതിനോട് ക്ഷുഭിതനാവുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ ഈ മുസ്ലിം ലീഗിനെ മാത്രം എന്തുകൊണ്ട് ഈ വർഗീയ കാണിക്കാം. ജയശങ്കർ ചോദിച്ച ചോദ്യവും അതിനോട് മന്ത്രിയോടുള്ള പ്രതികരണവും ഒരിക്കൽ കൂടി. ഞാൻ പറഞ്ഞില്ല, പറയാത്ത നിങ്ങൾ പറയുമ്പോൾ ജനം വോട്ട് ചെയ്ത ആളുകൾ ഏതർത്ഥത്തിലാണെങ്കിലും ഞാൻ വ്യക്തമായി എന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഒരു വിഭാഗത്തെ മാത്രം ഇതാക്കി പറയുമ്പോഴേ ജനം വോട്ട് ചെയ്തല്ലേ, അല്ല ജനം വോട്ട് ചെയ്തല്ലേ, ആരാണെങ്കിലും ജനം വോട്ട് ചെയ്തല്ലേ. അങ്ങനെ സംസാരിക്കരുത്. നിങ്ങൾ ഒരു മതേതരവാദി. മിനിസ്റ്റർ ബ്രാക്കറ്റ് ചെയ്തല്ലേ പറഞ്ഞത്. പറയട്ടെ, ഞാൻ പറഞ്ഞതിനെ പറ്റി കൃത്യമായി ക്ലാരിഫൈ ചെയ്തു. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റില്ല. നിങ്ങൾ അവിടെ BJP-ക്ക് ജയിച്ച ആളുടെ പേരും ലീഗിന് വേണ്ടി ജയിച്ച ആളുടെ പേരും നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു, മലപ്പുറവും കാസർഗോഡും മാത്രം എടുത്ത് പറയുമ്പോൾ അതിൽ അസ്വാഭാവികത ഇല്ല. ഒരു മതേതരത്വ സംഭവത്തിൽ അത് ബ്രാക്കറ്റ് ചെയ്ത് പറയല്ലേ, 2 ജില്ലകളെ മാത്രം. അവിടെ എല്ലാ മിനിസ്റ്റർ എന്തുകൊണ്ട് തൃശ്ശൂർ പറയുന്നില്ല? ഞാൻ പോട്ടെ, ഞാൻ പരിപാടിയല്ലേ നിങ്ങൾ നിങ്ങളുടെ കൈവച്ചാൽ മതി. ഇതാണ് ജയശങ്കർ ചോദിച്ച ചോദ്യത്തോടുള്ള മിനിസ്റ്റർ സജി ചെറിയാന്റെ പ്രതികരണം. അപ്പോൾ ജയശങ്കർ, മലപ്പുറത്ത് യഥാർത്ഥത്തിൽ എന്താണ് സജി ചെറിയാൻ പറയാൻ ശ്രമിച്ചത്? മലപ്പുറത്തും കാസർഗോഡും വിജയിക്കുന്നവരുടെ പേര് നോക്കിയാൽ അതിൽ കാണാം. അതായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് മുസ്ലിം നാമധാരികളായിട്ടുള്ളവർ ജനപ്രതിനിധികളായിട്ട് വരുന്നു. എന്നാൽ BJP നിർത്തുന്നത് ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് ഭൂരിപക്ഷ മതവിശ്വാസമുള്ള ആളുകൾ. ആ പേരുകൾ നോക്കിയാൽ അവരെ അറിയാം. എന്ന് പറഞ്ഞാൽ BJP-യുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നതും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നതും നമ്മൾ കാണുന്നു. പൊന്നാനിയിൽ മുസ്ലിം നാമധാരിയായ CPM സ്ഥാനാർത്ഥി നിർത്തിയിട്ട് പോലും വിജയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതേതരമായിട്ടല്ല ഈ വിധിയെഴുത്ത് എന്നാണോ പുള്ളി പറയാൻ ശ്രമിക്കുന്നത്? അതെ ഡോക്ടർ അരുൺ, മന്ത്രി സജി ചെറിയാൻ അങ്ങനെയൊക്കെയാണ് പറയാൻ ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്ക് കൈവിട്ടു പോയി. അത് മറ്റൊരു തലത്തിൽ ഇത് കാണുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു മറ്റൊരു തരത്തിൽ വർഗീയ വിഭജനം ഉണ്ടാകുന്ന തരത്തിലുള്ള പരാമർശം എന്ന തലത്തിലൊക്കെ അത് വലിയ തോതിൽ മാറിപ്പോയി. ഇന്ന് മന്ത്രി ഈ കാര്യത്തെയൊക്കെ തന്നെ വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ 39 സീറ്റുകളുണ്ട്. അതിൽ എത്ര സീറ്റ് ലീഗും BJP-യും നേടിയെന്ന ഉദാഹരണമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന അത് വലിയ തരത്തിലൊരു വിഭാഗത്തെ ബാധിച്ചിട്ടുണ്ട്, അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും തിരുത്താൻ മന്ത്രി സജി ചെറിയാൻ തയ്യാറാകുന്നില്ല. ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് എന്ന് തന്നെയാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. അതായത് ഈ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുകയും ന്യൂനപക്ഷ വർഗീയതയെ ആളിക്കത്തിച്ചുകൊണ്ട് അവർ വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് സജി ചെറിയാൻ പറഞ്ഞു വെക്കുന്നത്. ആ പ്രസ്താവനകളിൽ നിന്നും തന്നെ അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല. നമ്മൾ ഈ ലീഗ് വർഗീയ വോട്ടുകൾ നേടിയാണോ ജയിക്കുന്നത് എന്ന ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ അദ്ദേഹം ക്ഷുഭിതനാവുകയാണ്. ഒപ്പം തന്നെ ഈ ബ്രാക്കറ്റ് ചെയ്ത് ചില 2 ജില്ലകളെ മാത്രം എടുത്ത് പറയുന്നതിൽ ചെറിയ പ്രശ്നമുണ്ട്. ആ കാര്യവും നമ്മൾ എടുത്തു ചോദിച്ചു. പക്ഷേ അതിനും ക്ഷുഭിതനായി. പക്ഷേ മറ്റൊരു തലത്തിൽ അദ്ദേഹം അതിനെ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ബ്രാക്കറ്റുകളിൽ ചില മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ചില മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലൊക്കെ തന്നെ ചില വിഭാഗത്തിലുള്ള ആളുകൾ മാത്രം ജയിച്ചു കയറുന്നു, അതിനപ്പുറത്തേക്ക് മതേതരത്വം പറഞ്ഞ ആളുകൾ പരാജയപ്പെടുന്നു എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് എന്തായാലും സജി ചെറിയാൻ നൽകുന്നത്. മുസ്ലിം ലീഗും ഇതിനെതിരെ, ഈ സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരെ എന്തായാലും രംഗത്ത് വന്നിട്ടുണ്ട്. ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു ജയശങ്കർ.